വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ലൂബിക്ക അച്ചാറാണ്. പിന്നെ ഞാൻ ഉപ്പിലിട്ടതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ FB പേജിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ ലൂബിക്ക കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുത്താലാണ് കേട്ടോ അച്ചാറിന് പോകാൻ നല്ല ടേസ്റ്റ്. മുഴുവനായിട്ട് ഇടുന്നേക്കാളും ടേസ്റ്റ് കട്ട് ചെയ്താലാണ്. എന്നിട്ട് ഇതാ ഒരു മൺചട്ടിയിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവും എന്നിട്ട് ഇതൊന്ന് പൊട്ടി കളർ മാറി തുടങ്ങിയാൽ ഇതിലോട്ട് 1 ടീസ്പൂൺ കടുകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു 12 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് അരഞ്ഞു പോകരുത്. എന്നിട്ട് ഇതൊന്ന് കൊടുക്കണം. പൊട്ടിക്കഴിഞ്ഞാൽ ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്ന അച്ചാറിന് നല്ലൊരു തിക്നെസ് കിട്ടാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നിട്ട് ഇതൊന്ന് കളറ് മാറി തുടങ്ങിയാൽ നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർക്കണം. ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് 3 ടീസ്പൂൺ സാദാ മുളക് പൊടിയും പിന്നെ ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്താണ് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ വേണം ഇത് മിക്സാക്കി എടുക്കാനായിട്ട്. 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നാൽ ഇതിലോട്ട് കട്ട് ചെയ്ത ലൂബിക്ക ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്നും കൂടെ മിക്സാക്കി എടുക്കണം. ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന വിനാഗിരിയാണ്. ഒരു 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം നല്ല പുളിയുള്ളത് കാരണം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. ലൂബിക്ക ചെറുതായി ഒന്ന് ചൂട് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ ഞാനിതിലോട്ട് കാന്താരി മുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ആദ്യം വിട്ടുപോയതാണ് ചേർക്കാനായിട്ട്. ഇപ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് കാന്താരി മുളക് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. മുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മുളക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ലോ ഫ്ലെയിം ആക്കി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ ആ ചൂടിൽ കിടന്ന് തന്നെ അരിമുളകൊക്കെ ഒന്ന് വാടി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ലൂബിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മാറ്റി വെച്ച ലൂബിക്ക ഉപ്പിലിടുന്നതാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ടിത് ചൂടാറിയതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് ലൂബിക്ക ഇട്ട് കൊടുത്ത് വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ഇതിലിടുമ്പോൾ നമ്മൾ മുളക് ചേർക്കുമ്പോൾ ഇങ്ങനെ തിള വരുമ്പോൾ മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊടുത്തിട്ട് തണുത്ത് കഴിഞ്ഞാൽ ആ എരിവൊക്കെ വെള്ളത്തിലോട്ട് പിടിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കാന്താരി മുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കും. ഇതൊന്ന് അടച്ച് വെച്ച് നല്ലവണ്ണം തണുത്തതിന് ശേഷം ബോട്ടിലോട്ട് ലൂബിക്കയും വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അതാ ഇത് നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലൂബിക്ക ആദ്യം ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിലിടുമ്പോൾ ഈ ലൂബിക്കയിലും കുപ്പിയിലും ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ. ഇത് നല്ലവണ്ണം ഒന്ന് സ്പൂണ് കൊണ്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.